നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് കൺവല്യൂഷൻ തിയറമാണ്. ലാപ്ലേസ് ട്രാൻസ്ഫോമിലെ കൺവല്യൂഷൻ തിയറം. അപ്പം കൺവല്യൂഷൻ എന്ന് പറയുന്നത് രണ്ട് ഫങ്ഷൻസിനാണ്, എഫും ജിയും. ഇപ്പം എഫ് ഇസ് എ ഫങ്ഷൻ ഓഫ് ടി, ജി ഇസ് എ ഫങ്ഷൻ ഓഫ് ടി. ഇവർക്കിടയിലുള്ള കൺവല്യൂഷൻ, ദാറ്റ് ഈസ് എഫ് സ്റ്റാർ ജി. ഇത് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്റഗ്രൽ 0 to t. ഓക്കെ, ഇന്റഗ്രൽ 0 to t. നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടമുള്ള ഒരു ഫംഗ്ഷൻ, അതിന് നിങ്ങൾക്ക് ടിക്ക് പകരം യു കൊടുക്കാം, ദാറ്റ് ഈസ് എഫിന് കൊടുക്കാം, അല്ലെങ്കിൽ ജിക്ക് കൊടുക്കാം. ദാറ്റ് ഈസ് എഫ് ഓഫ് യു ഇൻറ്റു നോർമൽ സാധാ മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു ഡി യു. സോ ഹിയർ ഓൺവേർഡ്സ് യു ആർ ഗോയിങ് ടു ഇൻ്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു യു. അപ്പം നമ്മൾ ഇനി യുവിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ യുവിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ലിമിറ്റ് യുവിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യും, ലിമിറ്റ് കൊടുക്കുന്നതും യുവിനായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് എഫ് സ്റ്റാർ ജി. ഓക്കെ, അതിപ്പോൾ ലാപ്ലേസിൽ എന്താ എഫ് സ്റ്റാർ ജി, എന്തിനാണ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ ഈ ഒരു കാര്യം പറയുന്നത് എന്ന് വെച്ചാൽ, നമുക്കൊരു പ്രോഡക്റ്റിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ ഈ കൺവല്യൂഷൻ നമ്മളെ സഹായിക്കും. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഇപ്പോൾ നമുക്കിപ്പം ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫിൻ്റെ അറിയാമെന്ന് വെച്ചോ. എഫ് ഓഫ് ടിയുടെ സപ്പോസ് ഇത് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണെന്ന് വെച്ചോ. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സോറി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി അറിയാം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് ടി എന്ന് പറയുന്നത് ഓക്കെ ജി ഓഫ് എസ് ആണെന്ന് പറയുന്നത്, ക്യാപിറ്റൽ ജി ഓഫ് എസ്. അപ്പം ഇതിന്ന് നമുക്ക് ഒരു കാര്യം കൂടെ പറയാം, അതുകൊണ്ട് വേറെ രീതിയിലും ഇതിനെ പറയാം. ദാറ്റ് ഈസ് എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് ടി എന്നും പറയാം. എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ ജി ഓഫ് എസ് ഇസ് ഈക്വൽ ടു സ്മോൾ ജി ഓഫ് ടി എന്നും പറയാം. ഇത് ലാപ്ലേസും അതിൻ്റെ ഇൻവേഴ്സിൻ്റെയും ഓക്കെയാണ്. അപ്പോൾ ഇത് കൊണ്ട് നമുക്ക് എന്താ ഇവിടെ പ്രയോജനം എന്ന് വെച്ചാൽ, സപ്പോസ് എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇൻറ്റു ക്യാപിറ്റൽ ജി ഓഫ് എസ്, രണ്ട് ഫങ്ഷൻസ്, അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഇൻവേഴ്സ്. അപ്പം ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് വരുന്നു, ഒരു പ്രോഡക്റ്റ്. ഇവരുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഓരോരുത്തരുടെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമൊന്നുമല്ല. അവിടെ ചെയ്യുന്നത് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഇൻവേഴ്സും, ദാറ്റ് ഈസ് എഫും എഫ് ഓഫ് ടിയും ഈ ജി ഓഫ് എസിൻ്റെ ഇൻവേഴ്സും സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. എഫ് ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ഈസ് എഫ് ഓഫ് ടി, ജി ഓഫ് എസിൻ്റെ ജി ഓഫ് ടി. എന്നിട്ട് അതിൻ്റെ കൺവല്യൂഷൻ ആയിരിക്കും ഇതിൻ്റെ ആൻസർ. സോ ഒരു പ്രോഡക്റ്റിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് അവരുടെ രണ്ടുപേരുടെയും സെപ്പറേറ്റ്, ആ പ്രോഡക്റ്റിൽ രണ്ടുപേരുണ്ടോ അവരുടെ ഇൻവേഴ്സിൻ്റെ കൺവല്യൂഷൻ ആയിരിക്കും. ഓക്കെ, ഇവിടെയാണ് കൺവല്യൂഷൻ. നമുക്ക് ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to t എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു ഡി യു. ഇതിനാണ് നമ്മൾ കൺവല്യൂഷൻ പറയുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഈ കൺവല്യൂഷൻ വഴിയും ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങളുടെ മുമ്പിലിരിക്കുന്നൊരു ക്വസ്റ്റ്യൻ 1/s ഇൻറ്റു എസ് മൈനസ് എ. ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇത് ഓൾറെഡി നമുക്ക് കഴിഞ്ഞ ദിവസം ഡിവിഷൻ ബൈ എസിൻ്റെ രീതിയിൽ ഇത് വേണമെങ്കിലും ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അതായത് ഇതിനെ നമുക്ക് എൽ ഇൻവേഴ്സ് ഓഫ് 1/s മൈനസ് എ ഡിവൈഡഡ് ബൈ എസ്, ദാറ്റ് ഈസ് ഇതിൻ്റെ ഇൻവേഴ്സ് നമുക്കറിയാം. 1/s മൈനസ് എ എന്നതിൻ്റെ ഇൻവേഴ്സ് എന്താ, ഇ റേസ് ടു 80 ആണെന്ന് തോന്നുന്നല്ലേ. സോ ഇ റേസ് ടു 80 ആണ് ഇതിൻ്റെ ഇൻവേഴ്സ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ ഡിവിഷൻ ബൈ എസ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇൻ്റഗ്രൽ അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. പക്ഷേ അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഉണ്ട്, പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്താൽ മതി. a/s പ്ലസ് b/s മൈനസ് എ, അങ്ങനെ എയുടെ ബിയുടെയും വാല്യൂ കണ്ടുപിടിച്ച് ആ മെത്തേഡും ഉണ്ട്. അപ്പോൾ ഇത് മൂന്നാമത്തെ കൺവല്യൂഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് പറയുവാണെങ്കിൽ ഈ ഒരു മെത്തേഡിലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കൺവല്യൂഷനിൽ എങ്ങനെ ചെയ്യും? ഇത് സത്യത്തിൽ രണ്ടുപേരുടെ പ്രോഡക്റ്റ് അല്ലേ, ദാറ്റ് ഈസ് എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് ഇസ് 1/s ആൻഡ് 1/s മൈനസ് എ. ദിസ് ഈസ് എഫ് ഓഫ് എസ് ആൻഡ് ദിസ് ഇസ് ജി ഓഫ് എസ്. രണ്ടുപേരുടെ ഇൻവേഴ്സ് നമുക്ക് അറിയുകയും ചെയ്യാം. എൽ ഇൻവേഴ്സ് ഓഫ് 1/s 1 അല്ലേ,
ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 by s minus a is e raised to 8. അപ്പോൾ രണ്ടുപേരും നമുക്കറിയാം. സോ ഇതിൻ്റെ അറിയാം, ഇതിൻ്റെ അറിയാം അല്ലേ. സോ ആക്ച്വലി ദിസ് ഇസ് ഈക്വൽ ടു ഇതിൻ്റെ ഇൻവേഴ്സ് ദാറ്റ് ഈസ് 1 സ്റ്റാർ ദാറ്റ് ഈസ് കൺവല്യൂഷൻ. ഇതിൻ്റെ ഇൻവേഴ്സ് ദാറ്റ് ഈസ് e raised to 8. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി ഈ കൺവല്യൂഷൻ ചെയ്താൽ മതി. കൺവല്യൂഷൻ ചെയ്യുന്നത് എങ്ങനെയാ? ഇൻ്റഗ്രൽ 0 to t. കാരണം ഈ ടി വന്ന കണ്ട എങ്ങനെയാന്ന്, കാരണം ഇൻവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഫംഗ്ഷൻ ആൻസർ ടിയിലാണ് വരണ്ടേ, അതുകൊണ്ടാണ് 0 to t ഇട്ടെ. ഓക്കെ, രണ്ട് ഫംഗ്ഷൻസ് എഫ് ഓഫ് ടി ആൻഡ് ജി ഓഫ് ടി. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് ടിക്ക് പകരം യു കൊടുക്കാം, അടുത്ത ആൾക്ക് ടിക്ക് പകരം ടി മൈനസ് യു കൊടുക്കാം. അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും എളുപ്പമുള്ള ആൾക്ക് വേണം ടിക്ക് പകരം ടി മൈനസ് യു കൊടുക്കാൻ, പാടുള്ള ആൾക്ക് പകരം ടിക്ക് പകരം യു കൊടുത്താൽ മതി. ഇവിടെ നോക്കിയേ, ഒരാളെന്ന് പറയുന്നത് 1 ആണ്, അവിടെ ടി പോലും ഇല്ല. അപ്പം ടിക്ക് ടി കൊടുത്താലും ആ ഫംഗ്ഷന് ടി കാണുന്നിടത്ത് ടി തന്നെ കൊടുത്താലും, സോറി യു കൊടുത്താലും ടി മൈനസ് യു കൊടുത്താലും ഒരു കാര്യമില്ല. സോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഈ ഫംഗ്ഷന് യു കൊടുക്കുക, ദാറ്റ് ഈസ് ഇ റേസ് ടു എ യു. ഈ ഫംഗ്ഷന് ടി കാണുന്നിടത്ത് ടി മൈനസ് യു, ദാറ്റ് ഈസ് നോ ടി, സോ നോ സബ്സ്റ്റിറ്റ്യൂഷൻ. അതങ്ങനെ തന്നെ ഇൻറ്റു 1, ദാറ്റ് ഈസ് അത് തന്നെ ഡി യു. യുവിനാണ് ഇൻ്റഗ്രേഷൻ. സോ ഇ റേസ് ടു എ യുവിൻ്റെ ഇൻ്റഗ്രൽ ഇ റേസ് ടു എ യു ബൈ എ വിത്തിൻ ദ ലിമിറ്റ് 0 to t. സോ ടി കൊടുത്താൽ ഇ റേസ് ടു എ ടി, 0 കൊടുത്താൽ 1 ആയിരിക്കും ബൈ എ. ദിസ് ഈസ് ദ ആൻസർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം ഇതുപോലെ വേറൊരു എക്സാമ്പിൾ. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാര്യം പറഞ്ഞു, കൺവല്യൂഷനിൽ പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമ്മൾ ഏതൊക്കെ ഫോമുല ഓർത്തണം? സൈൻ എ കോസ് ബി, കോസ് എ കോസ് ബി ആൻഡ് സൈൻ എ സൈൻ ബി. ഈ 3 ഫോമുലകളുടെ ആപ്ലിക്കേഷൻസ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. സപ്പോസ് ഈ ക്വസ്റ്റിന് ഞാൻ ചെറിയ ചേഞ്ച് ചെയ്യാൻ പോവാം, ഇവിടെ എസ് സ്ക്വയർ ആക്കുക. അപ്പോൾ എന്ത് വ്യത്യാസം വരും? ഇവിടെ എസ് സ്ക്വയർ ആവും. അപ്പോൾ 1 by s സ്ക്വയറിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഇസ് ടി. ദിസ് ഇസ് സെയിം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വ്യത്യാസം വരും? ടി സ്റ്റാർ ഇ റേസ് ടു 8. അപ്പം പണിയുണ്ട്. ഇഷ്ടമുള്ള ഒരാൾക്ക് ഇ റേസ് ടു 8ക്ക് എ യു കൊടുക്കുക, ഈ ടി കാണുന്നിടത്ത് ടി മൈനസ് യു കൊടുക്കണം അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ ഇവിടെ വരും ടി മൈനസ് യു. ഇനി ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പം ഈ മെത്തേഡല്ല യു വി ഫോമുല അപ്ലൈ ചെയ്യേണ്ട വരും. അപ്പം അതെങ്ങനെയാണ്? ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to t ടി മൈനസ് യു ഇൻറ്റു ഇ റേസ് ടു എ യു ഡി യു. നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ യു വി ഫോമുല പഠിച്ചതാണ്. എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ടി മൈനസ് യു ഇൻറ്റു ഇ റേസ് ടു എ ഇൻറ്റു ഇ റേസ് ടു എ യു ബൈ എ മൈനസ് ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് യുവിലാണ്. ഇവിടെങ്ങും ടിയിൽ യു ഇല്ല, 0, ദാറ്റ് ഈസ് -1. യുവിൽ ഡെറിവേറ്റീവ് എടുത്താൽ -1 ആണ് ഇതിൽ. ഓക്കെ, ശ്രദ്ധിക്കണം, യുവിലാണ് ഡെറിവേറ്റീവ് എടുക്കുന്നത്. ഇവിടെ യു ഇല്ല, 0, മൈനസ് യുവിൻ്റെ ഡെറിവേറ്റീവ് 1, സോ -1. വീണ്ടും ഇതിൻ്റെ ഇൻ്റഗ്രൽ അഗെയിൻ ഇ റേസ് ടു എ യു ബൈ എ, ഓൾറെഡി ഒരു എ ഉണ്ട്, സോ ഇറ്റ്സ് എ സ്ക്വയർ വിത്തിൻ ദ ലിമിറ്റ് 0 to t. ഇനി ലിമിറ്റ് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ടി കൊടുക്കുമ്പോൾ തന്നെ നോക്കി യുവിനാണ് ലിമിറ്റ് കൊടുക്കുന്നത്, ടി മൈനസ് ടി 0. അപ്പോൾ ഇത് പോയി. പിന്നെ ഈ മൈനസ് മൈനസ് പ്ലസ് ആവും അല്ലേ, പ്ലസ് ആവും. സോ ടി കൊടുക്കുമ്പോൾ ഇ റേസ്, അപ്പോൾ ഇത് 0 വരും, പ്ലസ് ഇ റേസ് ടു എ ടി ബൈ എ സ്ക്വയർ വരും. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ അങ്ങനെ വരും, മൈനസ് ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പം, ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ യുവിനാണ്. അപ്പോൾ ടി ഇൻറ്റു ഇ റേസ് ടു എ ഇൻറ്റു 0, 1 ബൈ എ പ്ലസ് 0 കൊടുക്കുമ്പോൾ 1 ബൈ എ സ്ക്വയർ. ഇത് വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ആൻസറായി. സോ ഇങ്ങനെ മാറ്റങ്ങളൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാം. പക്ഷേ നോർമലി നമുക്ക് കാണുന്നത് ഈ 3 ഫോമുലാസിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നോർമലി 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാൻ ചാൻസ്. ഓക്കെ, നിങ്ങളുടെ പഴയ കേരള യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. ഇതുപോലുള്ള ക്വസ്റ്റ്യനെക്കാട്ടിൽ ഇവിടെയാണ് കൂടുതലും വന്നിരിക്കുന്നത്. അപ്പോൾ ഏത് ചാൻസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചെയ്യുന്നില്ല, അതിൻ്റെ ഏതൊക്കെ ടൈപ്പാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സപ്പോസ് ദ ക്വസ്റ്റ്യൻ വരികയാണ് എൽ ഇൻവേഴ്സ് ഓഫ് 1 by s സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. വേറെ ക്വസ്റ്റ്യൻ എൽ ഇൻവേഴ്സ് ഓഫ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. വേറെ ക്വസ്റ്റ്യൻ
L inverse of S square divided by S square plus A square into S square plus B square. Where question L inverse of anything S divided by S square plus A square the whole square. ഇതൊക്കെ കൺവല്യൂഷൻ്റെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റിനെ നമുക്ക് രണ്ടാക്കാം. ദാറ്റ് ഈസ് എൽ ഇൻവേഴ്സ് ഓഫ് ഒരെണ്ണം 1/s സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, അടുത്തത് 1/s സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പം നോക്കിയേ, ഫസ്റ്റിൻ്റെ ലാപ്ലേസ് ഇൻവേഴ്സ് നമുക്കറിയാം. ദാറ്റ് ഈസ് ഇതെന്ന് പറയുന്നത് ഇതെന്തിൻ്റെ ഇൻവേഴ്സ് ആണെന്നറിയാമോ? സൈൻ AT/Aയുടെ ഇൻവേഴ്സ് ആണ്. കൺവല്യൂഷൻ ദാറ്റ് ഇസ് സ്റ്റാർ. ഇതോ സൈൻ BT/Bയുടെ കൺവല്യൂഷനാണ്. കോൺസ്റ്റൻസ് ഒക്കെ നമുക്ക് എടുത്ത് വിളിക്കാം. അപ്പോൾ സൈൻ സ്റ്റാർ. അപ്പോൾ ഇതൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇൻ്റഗ്രൽ 0 to t 1/AB ഒക്കെ നമുക്ക് എടുത്ത് വിളിക്കളയാം. അപ്പോൾ ഇതിൻ്റെ കൺവല്യൂഷൻ എങ്ങനെ എടുക്കുന്നത്? ഒരാൾക്ക് ടിക്ക് പകരം യു, ദാറ്റ് ഈസ് സൈൻ AU ഇൻറ്റു സൈൻ B ഇൻറ്റു T മൈനസ് U DU. ഇതിനെ അപ്പോൾ ഇത് സൈൻ A സൈൻ B റിസൾട്ട് അപ്ലൈ ചെയ്താലേ ഇത് ചെയ്യാൻ പറ്റും. ഇനി ഈ ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ നമ്മൾ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യും? അതെങ്ങനെ സെപ്പറേറ്റ് ചെയ്യും നോക്കിയേ. അവിടെ ഇപ്പോൾ എനിക്ക് ചെയ്യുവാണെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റും. ഒന്ന്, ദാറ്റ് ഈസ് എൽ ഇൻവേഴ്സ് ഓഫ് സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ S/S സ്ക്വയർ പ്ലസ് A സ്ക്വയർ ഇൻറ്റു 1/S സ്ക്വയർ പ്ലസ് B സ്ക്വയർ ഇങ്ങനെ തന്നെ എഴുതണം എന്നില്ല. അല്ലെങ്കിൽ ആദ്യം 1/S സ്ക്വയർ പ്ലസ് A സ്ക്വയർ ഇൻറ്റു S ബൈ അങ്ങനെ നോക്കണം. ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടണം. അപ്പോൾ ഈ രണ്ടിൻ്റെ ഇൻവേഴ്സ് അറിയാം. ഇതിൻ്റെ ഇൻവേഴ്സ് കോസ് AT അല്ലേ? ദാറ്റ് ഈസ് കോസ് AT കൺവല്യൂഷൻ. ഇത് 1/A ഉള്ളൂ, സൈൻ BT/B. വീണ്ടും കൺവല്യൂഷൻ്റെ ഫോമുല അപ്ലൈ ചെയ്താൽ മതി. 1/B ഈസ് എ കോൺസ്റ്റന്റ്, വെളിയിലെടുത്തു. ഇൻ്റഗ്രൽ 0 to t, ഒരാൾക്ക് പകരം u, ദാറ്റ് ഈസ് കോസ് AU ഇൻറ്റു സൈൻ B ഇൻറ്റു T മൈനസ് U DU. ഇത് സൈൻ A കോസ് B റിസൾട്ട് അപ്ലൈ ചെയ്യണം. ഇതാണ് സൈൻ A, ദിസ് ഈസ് കോസ് B. അപ്പോൾ A എന്ന് പറയുന്നത് B ഇൻറ്റു T മൈനസ് U, B എന്ന് പറയുന്നത് AU. അത് അങ്ങനെ എടുക്കണം. ഇതെല്ലാം നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്, നോക്കി ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യും? ദാറ്റ് ഈസ് ഈ ക്വസ്റ്റ്യനിൽ എൽ ഇൻവേഴ്സ് ഓഫ് നിങ്ങൾ S/S സ്ക്വയർ പ്ലസ് A സ്ക്വയർ ഇൻറ്റു S/S സ്ക്വയർ പ്ലസ് B സ്ക്വയർ ആവും. അപ്പോൾ രണ്ടുപേരുടെയും ഇൻവേഴ്സ് എന്നറിയാം. ഒന്ന് കോസ് AT, ഇതും കോസ് BT അല്ലേ? അപ്പോൾ കണ്ടോ, അപ്പോൾ ഇതിന് ഇൻ്റഗ്രൽ 0 to t കോസ് AU ഇൻറ്റു കോസ് B ഇൻറ്റു T മൈനസ് U DU. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ കോസ് A കോസ് B റിസൾട്ട് അപ്ലൈ ചെയ്തേ പറ്റും. അതാണ് പറയുന്നത്. ഈ ഫോർമുലാസ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അടുത്തത് നിങ്ങൾ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യും? ഇപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ ഇതിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്? എൽ ഇൻവേഴ്സ് ഓഫ് ഒന്ന് S/S സ്ക്വയർ പ്ലസ് A സ്ക്വയർ ഒരെണ്ണം എടുക്കാം. വീണ്ടും ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ട്. ഇൻറ്റു 1/S സ്ക്വയർ പ്ലസ് A സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ കറക്റ്റ് അല്ലേ? S ഇൻറ്റു 1 ഈസ് S, കറക്റ്റാണ്. S സ്ക്വയർ പ്ലസ് A സ്ക്വയർ ഇൻറ്റു S സ്ക്വയർ പ്ലസ് A സ്ക്വയർ സ്ക്വയർ, അതും കറക്റ്റ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇൻവേഴ്സ് അറിയാം. ദിസ് ഈസ് കോസ് AT, ഇതിൻ്റെയോ സൈൻ AT/A. അപ്പോൾ സൈൻ A കോസ് ബിയുടെ റിസൾട്ടിൽ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇൻ്റഗ്രൽ 0 to t, ഒരാൾക്ക് പകരം U, ഒരാൾക്ക് പകരം T മൈനസ് U കൊടുത്തിട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് കൺവല്യൂഷനിൽ നിന്ന് വരാൻ. അപ്പോൾ കൺവല്യൂഷനിൽ നിന്ന് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഒരു എക്സാം ഉണ്ടെങ്കിൽ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എഴുതേണ്ട വന്നാൽ കൺവല്യൂഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതേണ്ടി വരും. ചിലപ്പോൾ സിമ്പിൾ ആയിരിക്കും. ഇന്നത്തെ കോഡിൻ്റെ പശ്ചാത്തലത്തിൽ ചിലപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. നമ്മൾ ആദ്യം ചെയ്ത പോലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇതൊന്നും ചിലപ്പോൾ വരണമെന്നില്ല. അപ്പോൾ പക്ഷേ പണ്ട് K2 വന്നുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസ് ഈ സ്റ്റൈലാണ്. ഓക്കെ, അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ കൺവല്യൂഷനും ഓക്കെ ആയി. ഇനി നമുക്ക് രണ്ട് കാര്യങ്ങളൂടെയാണ് പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് വൺ ഈസ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനും അതർ വൺ ഈസ് ഡിറക്റ്റ് ഡെൽറ്റ ഫംഗ്ഷനും. അപ്പോൾ അത് നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, നിങ്ങൾ എക്സാമിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അനുസരിച്ച് അത് പഠിക്കുക. ഓക്കെ, അത് അടുത്ത വീഡിയോ ആയിട്ട് അത് വരും. ഇത് നമ്മൾ ചെയ്ത പ്രോബ്ലംസ് എല്ലാം ഒന്നുകൂടെ ചെയ്ത് നോക്കുക. കൺവല്യൂഷൻ ആക്ച്വലി സിമ്പിളാണ്. അപ്പോൾ കൺവല്യൂഷൻ ചെയ്യാതെ തന്നെ പ്രോബ്ലം ചെയ്യാനുള്ള വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. ബൈ ഡിവിഷൻ ബൈ എസ് റൂളോ പാർഷ്യൽ ഫ്രാക്ഷൻ മതി. ഇതൊക്കെ പാർഷ്യൽ ഫ്രാക്ഷൻ വഴി നടക്കാം. പക്ഷേ ഇതൊക്കെ പാർഷ്യൽ ഫ്രാക്ഷൻ വഴി നോക്കിയാൽ നല്ല പണി കിട്ടും. കാരണം ഇതിനെ AS പ്ലസ് B ഡിവൈഡഡ് ബൈ S സ്ക്വയർ പ്ലസ് A സ്ക്വയർ ഇൻ പ്ലസ് BS പ്ലസ് C അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ എഴുതണ്ടേ. CS പ്ലസ് D എന്നൊക്കെ എഴുതണം. അപ്പോൾ A കാണണം, B കാണണം, C കാണണം, D കാണണം.
അത് നിങ്ങളുടെ ഒത്തിരി സമയം കൊള്ളും. അതിന് എളുപ്പം ഇത് തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ വേണം ക്വസ്റ്റനെ അപ്രോച്ച് ചെയ്യാൻ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാൻ വി ഹാവ് എ ലോട്ട് ഓഫ് മെത്തേഡ്സ്. ഓക്കെ, അപ്പോൾ അതിൽ ഏത് ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ചിന്തിക്കാൻ ഏത് മെത്തേഡ് ചൂസ് ചെയ്യുന്നു. ഓക്കെ, നമുക്കിനിയും അടുത്ത വീഡിയോയിൽ നമ്മൾ ബാക്കി എന്താ പറയും യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനും ഡിറക്റ്റ് ഡെൽറ്റ ഫംഗ്ഷനും ഒക്കെ അടുത്ത വീഡിയോ പഠിക്കാം. ഓക്കെ, താങ്ക് യു.